പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിദ്യാർത്ഥിനികളുമായി നടത്തുന്ന സംവാദ പരിപാടിക്കായി ഇന്ന് പുനെയിലെത്തും. SSPM കോളേജ് ഗ്രൗണ്ടിലാണ് പരിപാടി. ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ, ഫീസ് വർധന തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവാദ പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയിൽ 10,000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. പരിപാടിക്ക് പോലീസ് ആദ്യം അനുമതി നിഷേധിച്ചിരുന്നു. പിന്നീട് സംവാദ പരിപാടിയായ ഛത്രോം കി ഗൂഞ്ചിന് ഉപാധികളോടെ അനുമതി നൽകുകയായിരുന്നു. സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാൻ 30 നിർബന്ധിത നിർദ്ദേശങ്ങളാണ് പോലീസ് മുന്നോട്ട് വെച്ചത്. പ്രകോപനപരമായ ചിത്രങ്ങളോ ബാനറുകളോ പോസ്റ്ററുകളോ പ്രദർശിപ്പിക്കുന്നത് കർശനമായി നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തൃശ്ശൂരിൽ നടക്കുന്ന DYFI സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കും. സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരവാഹികളെയും ഇന്ന് തെരഞ്ഞെടുക്കും. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതിനായി ചിന്താ ജെറോമിനെ പ്രസിഡന്റായും M. വിജിൻ MLA സെക്രട്ടറിയായും നിർദ്ദേശിച്ചിരിക്കുന്ന പാനൽ നേരത്തെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചിരുന്നു. ഈ പാനലിന് സമ്മേളനത്തിൽ അംഗീകാരം ലഭിച്ചാൽ DYFIയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രസിഡന്റായി ചിന്താ ജെറോം മാറും. വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കൂടാതെ അടിയന്തരാവസ്ഥക്കാലത്തെ പീഡനങ്ങൾ നേരിട്ട സ്നേഹലതയുടെ ജീവിതം പറയുന്ന മിസ എന്ന നാടകം സമാപന വേദിയിൽ വീണ്ടും അവതരിപ്പിക്കും. നാടകത്തിലെ ചില ഭാഗങ്ങൾ മാത്രം എടുത്ത് തെറ്റിദ്ധരിപ്പിക്കും വിധത്തിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിന് പിന്നാലെയാണ് നാടകം വീണ്ടും അവതരിപ്പിക്കാൻ തീരുമാനിച്ചത്.